ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. സത്യവിശ്വാസികളെ, നാം പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്ന റിസാല മിൻ അഖ്താഇ സൗജാത്ത്, ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ അതിനു മുമ്പ് മിൻ അഖ്താഇൽ അസ്വാജ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അതില് കഴിഞ്ഞ ദർസിൽ നാം അവസാനിപ്പിച്ചത് 15 പറഞ്ഞിട്ടാണ്. ഞാൻ അഭിസംബോധന ചെയ്യുന്നത് സ്ത്രീകളോട് എന്നുള്ള നിലക്കാണ് ഞാൻ സംസാരിക്കേണ്ടാവുക അധികവും. ഇനി 16 ത്വാഅത്തു സൗജി ഫീ മഅസിയത്തില്ലാഹ്, ഭർത്താവിനെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അനുസരിക്കുക എന്നുള്ളത്. അഥവാ ഭാര്യമാരുടെ അബദ്ധങ്ങളിൽ എന്നുള്ള വിഷയം നാം പറഞ്ഞ 15 വിഷയങ്ങൾക്ക് ശേഷം 16 വിഷയമാണ് നാം പറയുന്നത്. നമുക്കൊരു സംശയമില്ലാത്ത കാര്യമാണ്, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് ഓരോ സ്ത്രീയുടെ മേലെയും നിർബന്ധമായ കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവാമത്ത് അഥവാ നിയന്ത്രണ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത് പുരുഷന്മാരുടെ കയ്യിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേലെ അധികാരമുള്ളവരാണ്. അതായത് ആ അധികാരം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് കുടുംബജീവിതം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അഥവാ ഭർത്താക്കന്മാർ ആ അധികാരം നോക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതം, അതുപോലെ നമ്മുടെ മക്കളുടെ വളർത്തിയെടുക്കുന്നതിലുള്ള ഓരോ ഗുണങ്ങൾ, അങ്ങനെ ഓരോന്നും. എന്നാൽ ഈ ഒരു അനുസരണം എന്നുള്ളത് മുത്തലഖായിട്ടുള്ളതല്ല, അഥവാ നിരുപാധികം അനുസരിക്കേണ്ട ഒരു വിഷയമല്ല. ഏതൊഴികെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയം വന്നാൽ ഭർത്താവിനുള്ള അനുസരണം അവിടെ ഇല്ല തന്നെ. ഭർത്താവിന് മാത്രമല്ല, ഒരാൾക്കുമില്ല. കാരണം അനുസരിക്കുക എന്നുള്ളത് മഅറൂഫ്, നന്മയിലാണ് അനുസരിക്കേണ്ടത്, അഥവാ തിന്മയിലല്ല എന്നുള്ളത്. ചില ഭർത്താക്കന്മാർ സ്ത്രീകൾ ശ്രദ്ധിക്കുക, പിന്നെ ഓരോ ചില ഭർത്താക്കന്മാർ നിർബന്ധിക്കും പലതരം തിന്മകൾക്ക്. ചിലപ്പോ ചില ലഹരി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ, അതല്ലെങ്കിൽ അത് ഭർത്താവിന് ഒരുക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അതുപോലെ ഹിജാബ്, ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുന്ന, ഔറത്ത് മറക്കുന്ന വേഷം അതൊന്നും ധരിക്കണ്ട, ഔറത്തൊക്കെ കാണിച്ച് ശരീരമൊക്കെ കാണിച്ചിട്ടുള്ള വേഷം ധരിച്ചാൽ മതി. അത് നമസ്കരിക്കേണ്ട ആവശ്യമില്ല, നമസ്കാരം ഒഴിവാക്കുക. അല്ലെങ്കിൽ റമളാൻ മാസത്തിൽ പകൽ സമയത്ത്, നോമ്പിന്റെ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഭാര്യയെ നിർബന്ധിക്കുക. അതുപോലെ ഹൈളിന്റെ സമയത്ത് അല്ലെങ്കിൽ പിന്തുവാരത്തിലൂടെ, ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഭാര്യയെ നിർബന്ധിച്ചാൽ സ്ത്രീകൾ ശ്രദ്ധിക്കുക, അങ്ങനത്തെ വിഷയത്തിൽ ഭർത്താവിന് അവിടെ അനുസരണമില്ല, ഭർത്താവിനെ അനുസരിക്കേണ്ട ആവശ്യമില്ല. അത് പൊതുവായൊരു ഖായിദയാണ് ഇസ്ലാമിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്, ഒരു മഖ്ലൂക്കിനോട് അനുസരണമല്ല ഖാലിഖിനെ ധിക്കരിച്ചുകൊണ്ട്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എതിരായിക്കൊണ്ട് ഒരു സൃഷ്ടിയോടും അനുസരണമില്ല എന്നുള്ളത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു ബാബ് കൊണ്ടുവന്നിട്ടുണ്ട്. ലാ തുതിഉൽ മർഅ സൗജഹാ ഫി മഅസിയത്തില്ലാഹ്, ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അനുസരിക്കേണ്ടതില്ല, അനുസരണമില്ല എന്നുള്ളത്. അത് ആ ബാബിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസാണ്. സഫിയ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അന്ന ഇംറഅതൻ മിനൽ അൻസാരി സവ്വജത് ഇബ്നതഹാ, അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. ഫതമഅത ശഅറു റഅസിഹാ, ആ തന്റെ മകളുടെ മുടി അതൊക്കെ കുറച്ചു കഴിഞ്ഞപ്പോ മുടി കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ ഫജാഅത് ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫദക്കറ ദാലിക ലഹു, ഈ കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഖാലത് ഇന്ന സൗജഹാ അമറനി അൻ അസില ഫീ ശഅരിഹാ, എന്റെ മകളുടെ ഭർത്താവ് എന്നോട് പറയുന്നു അവളുടെ മുടിയിലേക്ക് മറ്റു മുടി ചേർത്ത് വെക്കാൻ. നമ്മുടെ നാട്ടിലൊക്കെ വിഗ് പറയില്ലേ, വിഗ് വെക്കുന്ന പോലെ അതുപോലെ ചേർത്ത് വെക്കാൻ പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇന്നഹു ഖദ് ലുഇനൽ മൂസിലാത്ത്, അത് നീ ചെയ്യണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുടി വെച്ചു ചേർക്കുന്ന അങ്ങനെയുള്ളവരെ അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്, അവർ ശപിക്കപ്പെട്ടവരാണ്. അഥവാ ഭർത്താവിന്റെ ഇഷ്ടമാണെങ്കിൽ കൂടി, ഭർത്താവ് പറഞ്ഞതാണെങ്കിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന, ശപിക്കുന്ന, ഹറാമാക്കിയിട്ടുള്ള ഒരു വിഷയം സഹോദരിമാരെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭർത്താവാണ്, അതുപോലുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് ചെയ്യേണ്ടതില്ല. ഇനി ഭർത്താവ് നിർബന്ധിച്ച് ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും അവസ്ഥ ഉണ്ടായാൽ ആ കുറ്റം മുഴുവൻ ആ ഭർത്താവിന്റെ മേലായിരിക്കും. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ആ പാപം മുഴുവനും ആ ഭർത്താവാണ് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റുവാങ്ങേണ്ടി വരിക. ഇനി സഹോദരിമാരോട് പ്രത്യേകം പറയാനുള്ള ഒരു വിഷയം, ഈ അനുസരണമില്ല എന്നുള്ള വിഷയം പറയുന്നിടത്ത് ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ചാടിക്കേറി അങ്ങോട്ട് എതിർക്കാതെ ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ അതിനെപ്പറ്റി, ഒരു കാര്യം പറയുമ്പോ അതിന്റെ അപകടങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാൻ, ഭർത്താവിനെ ഉപദേശിക്കാൻ, ഏറ്റവും നല്ല രീതിയിൽ ഭർത്താവിനെ മാറ്റിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് വലിയൊരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ഒരുപാട് സൗകര്യമാണ് ദീന് പഠിക്കാൻ. അപ്പൊ ഒരുപാട് സ്ത്രീകൾ ദീന് മനസ്സിലാക്കുകയും ദീനിയായിട്ട് ഒരു ജീവിതം നയിക്കുകയും നല്ല തൗഹീദും അതുപോലെ നല്ല മനഹജും എല്ലാം ഉൾക്കൊണ്ട് മാറുമ്പോ ചില സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാര് ചിലപ്പോൾ ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, തൗഹീദ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, മനഹജ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ അത്ര ഒരു വൃത്തികെട്ട ജീവിതം നയിക്കുന്നവരാവൂല, ദീനിയായിട്ട് നമസ്കാരം നിർവഹിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ ഈ സ്ത്രീകൾക്ക് തോന്നുന്നത് ഭർത്താവ് എന്തോ ശരിയല്ല, ഭർത്താവ് പോരാ, ഭർത്താവിന് കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഭർത്താവിനെ അങ്ങനെ അനുസരിക്കേണ്ടതില്ല, ഭർത്താവിനെ കുറച്ച് ധിക്കരിച്ച് എന്റെ ഇഷ്ടത്തിന് ജീവിക്കുക, അങ്ങനെയൊക്കെ രീതിയിൽ ചില സ്ത്രീകളുടെ ചിന്തകൾ മാറിപ്പോകുന്ന ഇന്ന് കാലത്ത് കാണുന്നുണ്ട്. അത് എവിടെ എത്തിയാൽ ഭർത്താവിനെ പറ്റ ധിക്കരിക്കുന്ന അവസ്ഥയിലെത്തുന്നത്. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരിക്ക് ഓരോ വിഷയങ്ങളും ഒന്നെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനും എന്ത് നിലപാടെടുക്കണമെന്ന് പഠിക്കണം. എന്നിട്ട് ഭർത്താവിന്റെ ഈ വിഷയങ്ങൾ വരും ആദ്യം നമ്മൾ വിചാരിച്ച, അഥവാ സ്ത്രീകൾ വിചാരിച്ച നടക്കും ഒരു ഭർത്താവിനെ മാറ്റാൻ, നല്ലൊരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ ക്ഷമയോടുകൂടി ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ വേണം കാര്യങ്ങളെ എടുക്കാൻ എന്നുള്ളത്. ഇനി പിന്നെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അത് അനുസരിക്കുന്നില്ല, എതിർക്കാണ്, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു മഖ്ലൂക്കിനെയും, ഭർത്താവാണെങ്കിലും അതാരാണെങ്കിലും അനുസരണം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നാം പറഞ്ഞത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഭാര്യമാർ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് വലിയ അബദ്ധങ്ങളിൽപ്പെട്ടതാണ്. ഇനി 17ാമത്തെ അൽ മുബാലഗതു ഫിൽ ഗൈറതി അല സൗജ്, ഭർത്താവിനോടുള്ള ആത്മരോഷത്തിലെ അമിത ആത്മരോഷം. ഗൈറത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഭർത്താവിനോട് എന്റെ മാത്രമാണ് എന്റെ ഭർത്താവ്, എന്റെ സ്വന്തം, അതുപോലുള്ള ഒരു ഗൈറത്ത് നമ്മൾ പറഞ്ഞത്. ഗൈറത്തിന്റെ തഅരീഫ് എന്താ പറഞ്ഞത്? വഹിയ മുസ്തഖത്തുൻ മിൻ തഗയ്യുറിൽ ഖൽബ് വഹജാനുൽ അളബ് ബിസബബിൽ മുശാരകതി ഫീമാ ബിഹിൽ ഇഖ്തിസാസ് വഅശദ്ദു മാ യകൂനു ബൈന സൗജൈൻ. തന്റേത് മാത്രമായ ഒരു കാര്യം മറ്റൊരാളും കൂടി അതിൽ പങ്കായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന കോപവും കൽബിന്റെ മാറ്റവുമാണ് ഗൈറത്ത് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ്. പിന്നെ അസ്വാജിൽ ഭർത്താവിന് ഭാര്യയോടുണ്ടാവുന്ന ഗൈറത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെക്കാൾ ചിലപ്പോൾ ത്വബഈയായിട്ട് ജന്മനാ സ്ത്രീകൾക്ക് ഒരു ഗൈറത്ത് ഉണ്ടാവും. എന്റെ ഭർത്താവ് അത് വേറൊരാൾക്ക് ഉള്ളതല്ല, എന്റെ സ്വന്തമാണ് എന്നുള്ള നിലക്ക്. എന്നാൽ ചില സ്ത്രീകളിൽ ഇതൊരു പരിധി വിട്ടുപോകും. ഇതിന് ഒരു പരിധിയുണ്ട്. ആ പരിധിയുടെ അപ്പുറത്തേക്ക് ഈ അവസ്ഥ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പിന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ബാബു ഗൈറത്തിൻ നിസാ, സ്ത്രീകളുടെ ഗൈറത്ത് എന്നുള്ളത് കൊടുക്കുന്ന ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഖദീജ ബീവിയെ പറ്റി പറഞ്ഞ ഹദീസ്. മാ ഗിർതു അല ഇംറഅത്തിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഗിർതു അലാ ഖദീജ. ഖദീജ ബീവിയോട് എനിക്കുണ്ടായിരുന്ന ഗൈറത്തിനെ പോലെ വേറൊരാളോടും, വേറെ റസൂലിന്റെ ഒരു ഭാര്യയോട് എനിക്കുണ്ടായിട്ടില്ല.
കാരണം റസൂൽ അത്രയധികം ഖദീജ ബീവിയെ പറ്റി എന്നോട് പറയുകയും പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത്. സഹോദരിമാരെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗൈറത്ത് എന്ന് പറഞ്ഞാൽ, ഈ ആത്മരോഷം എന്ന് പറഞ്ഞാൽ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, അത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതുമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നതുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം, ഇന്ന മിനൽ ഗൈറത്തി മാ യുഹിബ്ബുല്ലാഹ് വമിൻഹാ മാ യുബ്ഗിദുല്ലാഹ്. ഗൈറത്തിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതുമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നതുമുണ്ട്. ഫഅമ്മൽ ഗൈറത്തു അല്ലതി യുഹിബ്ബുല്ലാഹു ഫൽ ഗൈറത്തു ഫിർ റൈബ് വഅമ്മൽ ഗൈറത്തു അല്ലതി യുബ്ഗിദു ഫൽ ഗൈറത്തു ഫി ഗൈരി റൈബ്. അല്ലാഹു തആലക്ക് ഇഷ്ടമുള്ള ആത്മരോഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംശയത്തിന് വകയുള്ള, എന്തെങ്കിലും ഭർത്താവിന്റെ മേലെ എന്തെങ്കിലും ഒരു കാരണത്തിന് ആവശ്യമുള്ള ഗൈറത്താണ്. എന്നാൽ യാതൊരുവിധ സംശയവുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ഗൈറത്ത് അല്ലാഹു തആല വെറുക്കുന്നതാണ്. അതായത് പറഞ്ഞു വരുന്നത്, ചില ഭാര്യമാർക്ക് ഒരുപാട് തരത്തിലുണ്ടാവും. ചില സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഭർത്താവിന് ഭയങ്കര സംശയമായിരിക്കും. ഭർത്താവിന്റെ മൊബൈൽ എപ്പോഴും പരിശോധിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് നേരം വൈകിയാല്, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും യാത്രയിലായാല്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലായ ഭയങ്കരമായ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസുഖമായി മാറി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ആ സ്ത്രീയുടെ മനസ്സിന് ഒരു സമാധാനമില്ലാത്ത, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ എപ്പോഴും ഭർത്താവ് പുറത്തുപോയി എപ്പോഴും ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചില സ്ത്രീകൾ കാണാം. ഭർത്താക്കന്മാർക്ക് ബുദ്ധിമുട്ടാണ്. ആ സ്ത്രീകളുടെ അവസ്ഥ, അവരുടെ കുടുംബജീവിതം, അവരുടെ ഇബാദത്തുകൾ വളരെ അപകടം നിറഞ്ഞതായിരിക്കും. എന്നാൽ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു അവിഹിത ബന്ധത്തിന് അങ്ങനത്തെ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും തിന്മയിൽ മുഴുകുമ്പോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ വരുമ്പോ ആ സമയത്ത് ഉണ്ടാവുക ഒരു ഗൈറത്ത്, ആത്മരോഷം ഉണ്ടാവുക. അതിലൊരു അർത്ഥമുണ്ട്, അതിലൊരു കാരണമുണ്ട്. അത് അല്ലാഹു തആല അനുവദിച്ചിട്ടുള്ള മശ്റൂഅത്തായിട്ടുള്ള ശർഇൽ പറഞ്ഞിട്ടുള്ള ഗൈറത്താണ്. എന്നാൽ ഒരു കാരണവുമില്ലാത്ത സംശയരോഗം പോലെയുള്ള ഈ ഗൈറത്ത് കൂടിയിട്ടാണ് സംശയരോഗത്തിലേക്ക് എത്തുക. പുരുഷന്മാർക്കുള്ളത് പോലെ തന്നെ സ്ത്രീകൾക്ക് പ്രശ്നം കാണാൻ സാധിക്കും. സ്ത്രീകൾക്ക് പ്രശ്നം, ഭർത്താവ് വേറൊരു വിവാഹം കഴിക്കുകയോ, കഴിച്ചാല് ആ സ്ത്രീയോട്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാര്യയോട്, അല്ലെങ്കിൽ ആ രീതിയിൽ ഭർത്താവിനോട്, അങ്ങനെയൊക്കെ പല രീതിയിൽ ഈ വിഷയത്തെ എത്തിക്ക് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും സംശയം, ഭർത്താവിനെ സംശയം, ഭർത്താവ് എന്തെങ്കിലും ചെയ്ത സംശയം. ആ രീതിയിൽ ചില സ്ത്രീകൾ കാണും, അവർക്കൊരു സമാധാനം നഷ്ടപ്പെടും. ചില സ്ത്രീകളെ കാണാൻ സാധിക്കും, അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഭർത്താവിനോടുള്ള ഈ ഒരു ഇത് യഥാർത്ഥത്തിൽ സ്നേഹം കൊണ്ടുണ്ടാവുന്നതായിരിക്കും, ഭർത്താവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് തുടങ്ങുന്നതായിരിക്കും. പക്ഷേ അത് വർദ്ധിച്ച് ഈ ഒരു അവസ്ഥയിലെത്തും. ചില സ്ത്രീകൾ ചെയ്യുക, ഭർത്താവിന് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് കുറെ അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഭർത്താവിന്റെ സമ്പത്തുള്ളത് കൊണ്ട് ഭർത്താവ് വേറൊരു വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി, ആ സമ്പത്ത് മുഴുവൻ എനിക്ക് വേണം, അത് വേറൊരാൾക്ക് പോരുത് എന്നുള്ളതുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറയുന്ന അവസ്ഥ. ചില സ്ത്രീകൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ ഭർത്താവിന്റെ ഉമ്മാക്കോ സഹോദരിമാർക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിലുള്ളവർക്ക് ഭർത്താവ് ചെലവഴിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത, അതിന് തടസ്സം നിൽക്കുന്ന, ഭർത്താവിന്റെ സമ്പത്ത് സ്വന്തം ഉമ്മാക്ക് അല്ലെങ്കിൽ സ്വന്തം സഹോദരിമാർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ചെലവഴിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന സ്ത്രീകൾ കാണാൻ സാധിക്കും. ഭർത്താവിനോടുള്ള ഗൈറത്ത് അതൊരിക്കലും ശറഅാക്കപ്പെട്ടിട്ടുള്ളതല്ല, അതൊരിക്കലും ന്യായവുമല്ല. ഇതിന്റെ എല്ലാം അപകടം വളരെ വലുതായിരിക്കും, ഇതിന്റെ എല്ലാം അവസാനം എന്നത് വളരെ വലുതായിരിക്കും. ചില ദീനില്ലാത്ത സ്ത്രീകൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഭർത്താവ് ഇന്നെ വിട്ടു പോകരുത് എന്നുള്ള ഇതുകൊണ്ട് സിഹിർ ചെയ്യാൻ പോകും. നമ്മുടെ നാടുകളൊക്കെ കാണാം, ചില തങ്ങന്മാരും ജ്യോത്സ്യന്മാരും അടുത്തൊക്കെ പോയിട്ട് ഭർത്താവ് ഇന്നെ വിട്ടു പോകാൻ പാടില്ല, ഭർത്താവിന്റെ ഉമ്മാനും സഹോദരിമാരായിട്ടും ബന്ധം വിച്ഛേദിപ്പിക്കണം, ആ രീതിയിൽ വേണ്ടിയിട്ട് സിഹർ അറ്റവും സ്വർഫും ഉണ്ടാവും, ചേർക്കാനും ഭിന്നിപ്പിക്കാനും സിഹർ ചെയ്യും. അങ്ങനെ ഭർത്താവിന്റെ ഒപ്പം നിന്ന് അവരെയൊക്കെ തെറ്റിക്കാൻ വേണ്ടി സിഹർ ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ നാടുകളിലുണ്ട്. എന്ത് വലിയ അപകടമാണ്, കുഫറിലാണ് അതെത്തുന്നത്, വലിയ അപകടമാണ്. സഹോദരിമാർ ഗൗരവപൂർവ്വം ഈ വിഷയം മനസ്സിലാക്കണം. ഇതുള്ള സ്ത്രീകള് അവർക്കൊരു സമാധാനത്തോട് ശൈത്താൻ വല്ലാതെ അവരെ പഴപ്പിച്ചു കളയും. അത് അവർ വളർന്ന സാഹചര്യം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ആണ്. സഹോദരിമാരോട് ഷെയ്ഖ് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഗൈറത്ത് കൂടിയിട്ടുള്ള സഹോദരിമാരോ അതെങ്ങനെ എന്തൊക്കെ ആ രീതിയിൽ ശ്രദ്ധിക്കണമെന്നുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അള്ളാഹുവിന്റെ ഖദാഉം ഖദറിലും, അള്ളാഹിന്റെ വിധിയും അതുപോലെ തന്നെ ആ തീരുമാനങ്ങളിലും തൃപ്തി ഉണ്ടാവുക എന്നുള്ളത്. സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭർത്താവിന്റെ വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ
അതുപോലെ നടക്കുള്ളൂ. ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ ഖളാവും ഖദറുമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ബാധിച്ചാലും അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുമുള്ള ഒരു മാനസിക അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കണം. ഭർത്താവിന്റെ വിഷയത്തിൽ നമ്മൾ പറയുന്നുണ്ട് അതല്ലാത്ത എല്ലാ വിഷയത്തിലും. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിൽ ഇതുപോലൊരു മാനസികാവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ രണ്ടാമത് ശൈഖ് പറയാണ് തർക്കുൽ ഇസ്തിർസാലി മഅൽ ഔഹാം, ഓരോ ചിന്തകള്, അതായത് ഊഹങ്ങള്, അതിന്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ ഒഴിവാക്കുക. ഓരോന്ന് ചിന്തിച്ച് അതങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയല്ലേ, അത് അങ്ങനെയല്ലേ എന്ന് ആലോചിച്ച് ഭർത്താവിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പേടിക്കുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് അൽ ഇസ്തിആദതു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കുക. സഹോദരിമാരോട് നാം ഓർമ്മപ്പെടുത്തട്ടെ, പിശാചിന് ഇവിടെ ഓരോ മുഅ്മിനിനെയും പിഴപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തൊക്കെ അവസരം ലഭിക്കുന്നുവോ അതൊക്കെ ശൈത്താൻ മുതലെടുക്കും. അത് ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിലാവാം, മറ്റുള്ള ഏതെങ്കിലും മേഖലയിലാവാം. അതുകൊണ്ട് ശൈത്താനിൽ നിന്ന് എപ്പോഴും രക്ഷ ചോദിക്കുക. അല്ലാഹു തആല പറഞ്ഞതുപോലെ വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താൻ നസ്ഗുൻ ഫസ്തഈദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം. ശൈത്താനിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഈ വസ്വാസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല പരിശ്രമിക്കുക. ഇങ്ങനെ ഒരു അസുഖമുള്ള, ചിലപ്പോ ഇത് അറിയാത്ത സ്ത്രീകൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കൂല. ചില സ്ത്രീകൾ സ്വന്തം പെൺമക്കള് വരെ ഭർത്താവിനോട് കൂടുതൽ അടുത്തിടപഴങ്ങുന്നത് ഇഷ്ടമില്ലാത്ത സ്ത്രീകളുണ്ട്. അതുപോലും ഭർത്താവിനോടുള്ള ആ ഒരു ഹുബ്ബങ്ങട് കൂടിയിട്ട് വല്ലാത്തൊരവസ്ഥയിലെത്തുന്ന ചില സ്ത്രീകളെ കാണാൻ സാധിക്കും. വലിയ അപകടമാണത്. അതുപോലെ തന്നെ നമ്മൾ സ്വയം പരിശീലിക്കുക, അത് നിയന്ത്രിക്കാൻ എന്നുള്ളത്. മുജാഹദത്തുൻ നഫ്സ്, സ്വന്തത്തെ പരിശീലിപ്പിച്ചെടുക്കുക. അതുപോലെ ദുആ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വന്തത്തെ നിയന്ത്രിക്കാൻ. അതുപോലെ തന്നെ അന്നളുറു ഫിൽ അവാഖിബ്, അവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. നാം പറഞ്ഞതുപോലെ ഈ സിഹറിലെല്ലാം ഏർപ്പെടുന്ന മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ ഒരിക്കലും വിജയിക്കൂല. അവരുടെ ജീവിതത്തിന്റെ അവസാനം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് നടക്കുന്നവർ, അവരുടെ കുടുംബജീവിതവും മറ്റുള്ളതുമെല്ലാം ഏറ്റവും അധികം അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ അൽ-ഇസ്തിഗാൽ ബിമാ യൻഫഅ, അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അവർ മുഴുകുക. ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ശൈത്താൻ വസ്വാസുകളെ കൊണ്ട് നമ്മുടെ കൽബിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉപകാരമുള്ള കാര്യങ്ങളിൽ എപ്പോഴും മുഴുകുക എന്നുള്ളത്. അതുപോലെ തന്നെ ശർറിനെ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കി ആ രീതിയിൽ കൊണ്ടു നടക്കുക. നാം പറഞ്ഞത്, സഹോദരിമാരോട് നമുക്ക് പറയാനുള്ളത്, ഭർത്താവിന്റെ മേൽ ഒരു പരിധി വരെ ഈ ഗൈറത്ത്, ഈ ആത്മരോക്ഷ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ അതൊരു പരിധി വിട്ട് ഈ ഒരു അപകടത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കുക. ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നിങ്ങളുടെ കൽബിനത് സഹിക്കാൻ കഴിയില്ല. ശൈത്താൻ നിങ്ങളുടെ മേലെ അധികാരം കീഴ്പ്പെടുത്തി അള്ളാഹുവിന്റെ ദീനിൽ തന്നെ തെറ്റിക്കുന്ന അവസ്ഥയിലെത്തും. അതിനേക്കാൾ വലിയ നഷ്ടം വേറെ എന്താ ഉള്ളത്? അതുകൊണ്ട് ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 18-ാമത്തേത് സൂഉ തസറുഫിൽ മർഅ ഇദാ അദ്ദദ സൗജുഹാ, ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചാൽ സ്ത്രീ എടുക്കുന്ന തെറ്റായ നിലപാടുകൾ. അതായത് ഒരു ഭാര്യ അവളുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു എന്നറിഞ്ഞാൽ ഒരു സ്ത്രീ എടുക്കുന്ന തെറ്റായ നിലപാടുകൾ, ഇത് വളരെ ശ്രദ്ധിച്ച് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതാണ്. നാം ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങളിൽ നാം പറഞ്ഞിരുന്നു, നല്ലൊരു നിയ്യത്തില്ലാതെ ബഹുഭാര്യത്വത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഭർത്താക്കന്മാരുടെ അബദ്ധമാണ്. എന്നാൽ നല്ല നിയ്യത്തോടുകൂടി ഇറങ്ങേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാൽ ഇവിടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട വിഷയം, തന്റെ ഭർത്താവ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ മറ്റൊരു വിവാഹം ചെയ്തു എന്നറിഞ്ഞാൽ എന്ത് നിലപാടാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? അത് ഓരോ സ്ത്രീയും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമുക്ക് വിധിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് സംഭവിക്കുന്ന സമയത്ത് നാം എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് നാം തെറ്റാൻ പാടില്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് തെറ്റാൻ പാടില്ല. ആ ഒരു അവസ്ഥയിൽ മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് സ്ത്രീകൾ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചാൽ എടുക്കുന്ന അബദ്ധങ്ങളായ തീരുമാനങ്ങൾ വളരെ വലുതാണ്.
സാധാരണ കുറച്ച് ദീനുള്ള സ്ത്രീകളാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ദീനിയായിട്ട് പഠിക്കുന്ന കുറച്ച് അറിവുള്ള സ്ത്രീകളാണെങ്കിൽ കൂടി അവര് എത്തുന്ന ഒരവസ്ഥ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന അവസ്ഥ, ഒന്ന് സ്വന്തം വീട്ടിൽ നിന്ന്, അതായത് ഭർത്താവിന്റെ അടുത്ത് നിന്ന് തെറ്റിപ്പോയി സ്വന്തം വീട്ടിൽ പോയി നിൽക്കും, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകും. ചിലപ്പോ അല്ലാഹു തആല ശറഅാക്കി അനുവദിക്കപ്പെട്ട ഈ ഒരു കാര്യം അതിനോട് വെറുപ്പുണ്ടാകുന്ന അവസ്ഥ. ചില സ്ത്രീകൾ മക്കളെ പിതാവിനെതിരെ തെറ്റിക്കുന്ന അവസ്ഥ. അതായത് അവർക്ക് മക്കളുണ്ടാവുമല്ലോ, ഈ മക്കളെ പിതാവിനെതിരെ ബാപ്പാനെ കുറിച്ച് ഓരോ കുറ്റങ്ങളും ഓരോ ഇതും രണ്ടാമത് വിവാഹം കഴിച്ചതിന്റെ പേര് പറഞ്ഞു കൊടുത്ത് മക്കളെ ബാപ്പാനെ കൊണ്ട് തെറ്റിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ പിന്നെ മറ്റു പല രീതിയിൽ ഭർത്താവിനെ ആക്ഷേപിച്ച്, ഭർത്താവിന്റെ ന്യൂനതകൾ വിളിച്ചു പറഞ്ഞ്, ഭർത്താവിന്റെ കുറവുകൾ നാട്ടിൽ പറഞ്ഞ്, അങ്ങനത്തെ അവസ്ഥ. ഇനി ദീന് കുറച്ച് തീരെ ഇല്ലാത്ത, അധികം അറിയാത്ത സ്ത്രീകളാണെങ്കിലോ അവര് ഈ നേരത്തെ പറഞ്ഞതുപോലെ വല്ല സാഹിറിന്റെ അടുത്തേക്കും പോയിട്ട് പിന്നെ ആ ഭാര്യനെ തെറ്റിക്കണം, ആ ഭാര്യനെ ഒഴിവാക്കിപ്പിക്കണം, അങ്ങനെ ചെയ്യുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ ആത്മഹത്യ ചെയ്യാണ്, ഞാൻ മരിക്കുകയാണ്, ഞാൻ കിണറ്റിൽ ചാടാൻ പോവാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്ന അവസ്ഥ. അങ്ങനെ പല രീതിയിൽ ഈ സഹോദരിമാർ ഈ അറിവില്ലാത്ത, ഇതിനെക്കുറിച്ച് എന്ത് നിലപാട് എടുക്കണമെന്ന് അറിവില്ലാത്ത സഹോദരിമാർ എടുക്കുന്ന നിലപാടുകൾ ഉണ്ടാകും. സഹോദരിമാരെ നാം ഗൗരവത്തിൽ ഉണർത്തട്ടെ, ഇങ്ങനൊരവസ്ഥ വന്നാൽ നിങ്ങൾ ഹിക്മത്തോടുകൂടിയും ഏറ്റവും നല്ല രീതിയും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ പഠിക്കണം. അതല്ല എങ്കിൽ ശൈത്വാൻ നിങ്ങളുടെ മേലെ വസ്വാസ് നടത്തി സമാധാനപരമായ ഒരു ജീവിതം തന്നെ നിങ്ങൾക്കില്ലാതാവും. ഇതിന്റെ അനന്തരഫലമായിട്ട് നാളെ പരലോകം നശിക്കുന്ന അവസ്ഥ വരും. ഒരു പുരുഷൻ എന്ന നിലക്ക് പുരുഷന്റെ ആവശ്യത്തിന് വേണ്ടി പറയുന്ന വാക്കുകളായിട്ട് നിങ്ങൾ ഇതിനെ കേൾക്കണ്ട. അല്ലാഹു തആലയുടെ ഒരു അടിമ നിങ്ങളോട് ഉള്ള ഒരു നസീഹത്തായിട്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നല്ല രീതിയിൽ ദുനിയാവും പരലോകവും വിജയിക്കാനുള്ള ഒരു നസീഹത്തായിട്ട് മാത്രം ഇതിനെടുത്താൽ മതി ഈ വാക്കുകളെ. എന്റെ ജീവിതത്തിൽ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഒരു സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു. അപ്പോ ഈ സഹോദരിയോട് ചോദിച്ചിട്ടില്ല, അനുവാദം ചോദിച്ചിട്ടില്ല, അറിയിച്ചിട്ടുമില്ല. അപ്പൊ ഈ സഹോദരിക്ക് സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാവും, സ്വാഭാവികമാണ്. നമുക്കറിയാം, ഒരിക്കലും നാം ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം ഒരു വിഷമം ഉണ്ടാവരുതെന്നല്ല, വിഷമം ഉണ്ടാവും, അതിലൊരു സംശയമല്ല. കാരണം തന്റേതാണ് എന്ന് വിചാരിക്കുന്ന എന്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ വിഷമം ഉണ്ടാവും. ഭർത്താവ് രണ്ടാമത് കിട്ടിയ സന്തോഷിച്ചോ, അതല്ല നാം ഉദ്ദേശിക്കുന്നത്. ഈ സഹോദരി പക്ഷേ സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന നിലപാടല്ല അവിടെ എടുത്തത്. ആ സഹോദരി അറിവുള്ള ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചറിഞ്ഞു, ഇസ്ലാമിൽ ഒന്നാമത്തെ ഭാര്യയുടെ അനുവാദമില്ലാതെ രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ പറ്റുമോ? പറഞ്ഞു, സ്വാഭാവികമായിട്ടും പറ്റും, അത് തെറ്റല്ല, അത് അനുവദിക്കപ്പെട്ടു. ഒന്നാമത്തെ ഭാര്യയുടെ അനുവാദവും സമ്മതവും വേണമെന്നില്ല. സമ്മതത്തോടുകൂടിയാണെങ്കിൽ ആരും കല്യാണം കഴിക്കൂല, അങ്ങനെ ഒരു ആവശ്യമില്ല. എന്നിട്ട് ഈ സഹോദരി ചോദിച്ചു, എന്റെ ഭർത്താവ് വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് നിലപാടെടുക്കണം? സ്വാഭാവികമായിട്ടും കുറച്ച് ദീനി അറിവുള്ള, അനുഭവമുള്ള, പ്രായമുള്ള ആ വ്യക്തി പറഞ്ഞു കൊടുത്തു, നീ നിന്റെ ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പെരുമാറുക, ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക, ഭർത്താവിനെ സ്നേഹിക്കുക, ഭർത്താവിനോട് കടമകൾ നിർവഹിക്കുക, നിങ്ങളുടെ കുടുംബജീവിതം അതറിയാത്തതുപോലെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോവുക. ആ സ്ത്രീ ബുദ്ധിയുള്ള സ്ത്രീയാണ്. ആ സ്ത്രീ അത് കേട്ടു, അത് ജീവിതത്തിൽ പകർത്തി. ഇന്നും അവരുടെ ജീവിതം സന്തോഷപൂർവമായിട്ട് ആ നല്ല രീതിയിൽ ആ ഭർത്താവിന് ഇങ്ങോട്ടും സ്നേഹമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ മറ്റൊരുപാട് സ്ത്രീകൾ ഭർത്താവ് വിവാഹം കഴിച്ചു എന്ന് അറിഞ്ഞതിന്റെ പേരിൽ, ഇപ്പൊ ചിലപ്പോൾ ഭർത്താവ് തന്നെ അറിയിച്ചിട്ടുണ്ടാവും, അല്ലാതെ അറിഞ്ഞതിന്റെ പേരിൽ ഞാൻ ഭർത്താക്കന്മാരോട് പറയാണ്, വ്യക്തിപരമായിട്ട് ഞാൻ ഒന്നാമത്തെ ഭാര്യ അറിയാതെ രണ്ടാമത് വിവാഹം കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, ദീനിയായിട്ടുള്ള അഭിപ്രായമല്ല. ഒരു ആണത്വത്തിന്റെ ഭാഗമായിട്ടെങ്കിലും അത് അറിയിക്കാനുള്ള ധൈര്യം കാണിക്കണം. ഓരോരുത്തരുടെ അവസ്ഥയാണ്. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഈ അറിയുന്ന സ്ത്രീകൾ അവർ ഒരുപാട് ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്, പല കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട്, ഇതിന്റെ അനന്തരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിമാരെ, അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന, ഒരു സമാധാനമില്ലാത്ത, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സമാധാനത്തോട് പറ്റാത്ത, അള്ളാഹിനെ കുറിച്ച് ദിക്ർ ചെയ്യാൻ പറ്റാത്ത. എന്നാൽ ഭർത്താവ് സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക? ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ ഒന്നാമത്തെ ഭാര്യ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഭർത്താവ് സ്വാഭാവികമായിട്ട് എന്താണ്ടോ രണ്ടാമത്തെ ഭാര്യയിലേക്ക് ചായും. അതോടുകൂടി ഇവരുടെ ജീവിതം ഏറ്റവും ദുസ്സഹമാകുന്ന അവസ്ഥ എത്രയോ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഷേഖ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചാൽ ഓരോ സ്ത്രീയും എടുക്കേണ്ട ചില നിലപാടുകൾ പറയുന്നുണ്ട്. ഷേഖ് ആദ്യം തന്നെ പറയുന്നത്, അറബികൾക്കിടയിൽ സാധാരണഗതിയിൽ
പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഇദാ ലം യകുൻ മാ തുരീദ് ഫഅരിദ് മാ യകൂൻ. നീ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല എങ്കിൽ കാര്യം നടന്നതുപോലെ നീ ഉദ്ദേശിക്കുക. നീ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല, നീ കാര്യം നടന്ന പോലെ ഉദ്ദേശിക്കുക എന്നുള്ളത് അറബികൾ പറയാറില്ല. അപ്പൊ ഒരു സ്ത്രീ എടുക്കേണ്ട നിലപാടുകളിൽ ഒന്നാമതായിട്ട് ശൈഖ് പറയുന്നു, അസ്സബ്റു ഇൻദ സിദ്മത്തിൽ ഊല. സ്വബർ എന്നുള്ളത് നമ്മൾക്ക് ബാധിക്കുന്ന വിഷയത്തിന്റെ ഒന്നാമത്തെ സമയത്തുണ്ടായിരിക്കണം. അതാണ് ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരിമാരെ, നാം അംഗീകരിക്കുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായ ഒരു മുസീബത്താണ് നിങ്ങളെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കുന്നു. എന്നാൽ നമുക്കൊരു മുസീബത്ത് ബാധിച്ചാൽ ഒരു മുഅ്മിനത്തെ എടുക്കേണ്ട നിലപാട് എന്താണ്? പോട്ടെ, ഭർത്താവ് വിവാഹം കഴിക്കുന്ന പോട്ടെ, ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു, അല്ലെങ്കിൽ മക്കൾ മരിച്ചു, അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവം തന്നെ മുറിച്ചുപോയി, എന്ത് മുസീബത്ത് ബാധിച്ചാലും ഒരു മുഅ്മിനത്തെ എടുക്കേണ്ട നിലപാട് എന്താണ്? ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആലയുടെയാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് അല്ലാഹു തആല എന്താണോ എനിക്ക് വിധിക്കുന്നത് ആ വിഷയത്തിൽ ഞാൻ ക്ഷമയവലംബിക്കുന്നു എന്നുള്ളത്. ക്ഷമയവലംബിക്കും. സഹോദരിമാരെ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ച് ഒന്നാമത്തെ സമയത്ത് ക്ഷമിച്ചാൽ അത് ആ മുസീബത്തിനെ നിസ്സാരമാക്കി കളയും. അള്ളാഹുവിനോട് അത് മറക്കാൻ സഹായം ചോദിച്ചാൽ. അതല്ല, നാം ക്ഷമിക്കാതെ നാം എടുക്കുന്ന ഇതുപോലെയുള്ള തെറ്റായ നിലപാടുകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയും അസ്വസ്ഥരാവും. ഇനി ചില സഹോദരിമാരോട് തന്നെ ചോദിച്ചാൽ മതി. ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ച് 10-20 വർഷം കഴിഞ്ഞ ചില ഭാര്യമാരോട് ചോദിച്ചാൽ അവര് തന്നെ പറയും, ഞാൻ ചെയ്തത് അബദ്ധമായി പോയി, ചെയ്യേണ്ടിയിരുന്നില്ല. അതായത് ഭർത്താവ് ഒന്നാമത് ചെയ്തപ്പോൾ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഭാര്യമാർ അതിന്റെ അനന്തരഫലമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പല കാര്യങ്ങളും. അതുകൊണ്ട് അസ്വബർ, അല്ലാഹു തആല വിധിച്ച ഏത് കാര്യത്തിലും ക്ഷമിക്കുന്നത് പോലെ ഈ വിഷയത്തിലും ഞാൻ ക്ഷമിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേത് തൗതീനുൻ നഫ്സി അലൽ വൽഇൽ ജദീദ് വൽ ഹദർ മിൻ തദ്ഖീമിൽ അംർ. പുതിയൊരവസ്ഥയോട് സ്വന്തത്തെ യോജിച്ചു പോകുന്ന രീതിയിലാക്കുക, അല്ലാതെ ആ വിഷയം ഊതിപ്പെരിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ഭർത്താവ് വിവാഹം കഴിച്ചു, രണ്ടാമതൊരു വിവാഹം കഴിച്ചു, അത് നടന്നു. ഇനി അതിനോട് യോജിച്ചു പോവാൻ നമ്മൾ സ്വന്തത്തെ പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അല്ലാതെ ആ വിഷയം മനസ്സിലിട്ട് അത് ഊതി വീർപ്പിച്ച് അത് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി അത് ഊതി വീർപ്പിച്ചു കൊണ്ടാൽ, സഹോദരിമാരെ, നാം പറഞ്ഞല്ലോ, ശൈത്താൻ ഏറ്റവും ഇഷ്ടം മുഅ്മിനിന്റെ സമാധാനം ഇല്ലാതാക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി ഒന്ന് ഖുർആൻ ഓതാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്ന് നമസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. എത്രയോ സഹോദരിമാർ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചവരുണ്ട്, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ തെറ്റായ ധാരണകൾ കൊണ്ട് മാത്രം. അതുകൊണ്ട് പുതിയൊരവസ്ഥ നമുക്ക് വന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ സ്ത്രീകളോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി, എന്താ നിങ്ങൾ ചെയ്യുക? നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ അവസ്ഥയോട് പൊരുത്തപ്പെട്ട് പോവാൻ ശ്രമിക്കും. അപ്പൊ ഇങ്ങനൊരവസ്ഥ ഉണ്ടായാലും സ്വന്തത്തെ ആ ഒരു അവസ്ഥയോട് പൊരുത്തപ്പെടിക്കാൻ നമ്മൾ പരിശീലിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് അത്തസ്ലീമു ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കീഴൊതുങ്ങുക, സമർപ്പിക്കുക. അഥവാ അല്ലാഹു തആല വിധിച്ച അള്ളാഹുവിന്റെ വിധിയിൽ പൂർണ്ണ തൃപ്തി ഉണ്ടാവുക. നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ചെറിയ വിഷയത്തിൽ വരെ ഇടപെടുന്നതാണ്. ചെറിയ വിഷയത്തിൽ. അതാണ് സലഫുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിക്കട്ടെ, അടുക്കളയിൽ ഉപ്പിന് ആവശ്യമുണ്ടെങ്കിൽ, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും അള്ളാഹിനോട് ചോദിക്കട്ടെ. എത്ര ചെറിയ വിഷയമാണെങ്കിലും അത് അള്ളാഹുവിന്റെ തീരുമാനത്തിലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യം, ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ളത്, അത് അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് മറ്റുള്ള ഏതൊരു മുസീബത്ത് പോലെയും ഉൾക്കൊള്ളുക, സ്വീകരിക്കുക. അതിൽ ക്ഷമയെങ്കിലും അവലംബിക്കാൻ ഏറ്റവും ചെറുത് ക്ഷമ അവലംബിക്കാനെങ്കിലും നാം പഠിക്കുക എന്നുള്ളത്. അത് വളരെ, സഹോദരിമാരെ, ഇങ്ങനെ നമ്മൾ ശീലിച്ചാൽ ഇതിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിലും പരലോകത്തിലും കാണും. അതല്ല, ഇതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വലിയ നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാവുക, വലിയ നഷ്ടം. പിന്നെ നാം നേരത്തെ പറഞ്ഞ പോലെ ചില സ്ത്രീകൾ മക്കളെ തെറ്റിക്കും, ഉപ്പാനായിട്ടൊക്കെ തെറ്റിക്കും, ഉപ്പാനെ അനുസരിക്കാത്ത അവസ്ഥയിൽ മക്കളെ ആക്കും. ഈ സ്ത്രീ വിചാരിക്കുന്നത് ചിലപ്പോൾ ഭർത്താവ് നല്ല മനുഷ്യനായിരിക്കും, നല്ല ദീനിയായിട്ട് നല്ല രീതിയിൽ സ്നേഹിക്കുന്ന എന്തെങ്കിലും കാരണം കൊണ്ട് ഭർത്താവ് വിവാഹം കഴിച്ചതായിരിക്കും.
ഈ ഭർത്താവിനെ മക്കളെ കൊണ്ട് ധരിച്ചിട്ട് ഈ സ്ത്രീ വിചാരിക്കുക എനിക്കെന്റെ മക്കളുണ്ടല്ലോ, എനിക്കെന്റെ ആൺമക്കളുണ്ടല്ലോ. എത്രയോ സ്ത്രീകളെ ഇതുപോലെ മക്കൾ വലുതാവുമ്പോ അല്ലെങ്കിൽ മക്കൾ വിവാഹം കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുന്ന, അകറ്റുന്ന, മക്കൾ നേരെ തിരിച്ചാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഭർത്താവിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഭർത്താവിൽ നിന്ന് അകറ്റി തന്നോട് സ്നേഹം ഉണ്ടാവാൻ കൂടുതൽ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന ഉമ്മമാർ, ഏറ്റവും പഴച്ചു പോകുന്ന മക്കളായിട്ട് ബുദ്ധിമുട്ടുന്നവർ. ചില സ്ത്രീകൾ തൊലാക്ക് ആവശ്യപ്പെട്ട് ഭർത്താവ് എന്നെ തൊലാക്ക് ചെയ്യണം, അതായത് രണ്ടാം വിവാഹം കഴിച്ചതിന്റെ പേരിൽ, എന്നിട്ട് ആ സ്ത്രീ ചിലപ്പോ തൊലാക്കായിട്ട് ആ സ്ത്രീ പിന്നെ ആരും നോക്കാല്ലാതെ കെട്ടേണ്ടി വരിക വേറൊരാളുടെ രണ്ടാമത്തെ ഭാര്യയായിട്ടായിരിക്കും. വേറൊരാളുടെ രണ്ടാമത്തെ ഭാര്യയായിട്ട് ഈ സ്ത്രീ കെട്ടിപ്പോകേണ്ട അവസ്ഥ. അങ്ങനെയൊക്കെ നാട്ടിൽ നടക്കാറുണ്ട്. അപ്പൊ ഒരു വിഷയത്തെ ക്ഷമയോടുകൂടിയും ചിന്തയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അടുത്തത് അൽ ഹദറു മിനൽ ഇഅ്തിറാദി അലാ ഹിക്മത്തി തഅദ്ദുദ് അഥവാ ബഹുഭാര്യത്വം, അതിന്റെ ഹിക്മത്തിനോട് എതിരാകുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ റബ്ബ്. നമ്മളെ സ്ത്രീയാക്കിയിട്ടും പുരുഷനാക്കിയിട്ടും സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ഏതാണ് ഉത്തമമെന്നും ഒരു പുരുഷൻ ഏതാണ് ഉത്തമമെന്നും ഏറ്റവും നന്നായി അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അനുവദിച്ച ഒരു കാര്യത്തെ അതിനോട് വെറുപ്പുണ്ടാവും ചില സ്ത്രീകൾ. ഭർത്താവ് വിവാഹം കഴിച്ച് ഇസ്ലാം അനുവദിച്ചോണ്ടല്ലേ ഇസ്ലാമിനോട് തന്നെ വെറുപ്പ്, ആ മനസ്സിൽ കുഫറിലേക്ക് എത്തുന്ന അവസ്ഥ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കട്ടെ. അല്ലാഹു തആല പറഞ്ഞു, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം. അല്ലാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ മുഅ്മിനാവട്ടെ മുഅ്മിനത്താവട്ടെ മറ്റൊരു തീരുമാനം, അതിനോടൊരു മറ്റൊരു അഭിപ്രായം ഒരാൾക്കും ഉണ്ടാകാവുന്നതല്ല എന്നുള്ളത്. അടുത്തൊരു വിഷയം ശൈഖ് പറയുന്നത് ഇൽതിമാസുൽ ഖൈർ, നല്ലത് പ്രതീക്ഷിക്കുക, നല്ലതിനെ തേടുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സഹോദരിമാരോട് പറയട്ടെ, പൂർണ്ണമായും നിങ്ങൾക്ക് ബാധിക്കുന്ന വിഷമമുള്ള ഒരു കാര്യമാണ്, ഒരു മുസീബത്താണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നാം സംസാരിക്കുന്നത്. പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായിട്ടല്ല. എന്നാൽ നിങ്ങളുടെ നന്മയ്ക്ക്, നിങ്ങളുടെ ദീനിനും നിങ്ങളുടെ ദുനിയാവിനും പരലോകത്തിനും എന്താണ് ഖൈറായത് എന്നുള്ള നിലക്ക് മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി ഭർത്താവ് വിവാഹം കഴിച്ചാൽ നല്ലതിനെ പ്രതീക്ഷിക്കുക എന്നുള്ളത്. അതായത് ഈ ബഹുഭാര്യത്വത്തിന് എപ്പോഴും സഹോദരിമാരുടെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചിന്തിക്കുന്ന ചിന്ത, എന്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടം ഉണ്ടാവൂല, ഇനി എന്നെ വിട്ടുപോകും, ഇനി ആ രണ്ടാമത്തെ ഭാര്യ മാത്രമേ പറ്റുള്ളൂ, പിന്നെ വേറൊന്നിന്റെ ഒഴിവാക്കും, അങ്ങനെയൊക്കെ ചിന്തയായിരിക്കും. അതേ സമയത്ത് നല്ല രീതിയിൽ ആ വിഷയത്തെ എടുക്കാം, നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് ആ വിഷയത്തെ എടുക്കാം. അതായത് നമുക്ക് ഒരു ഭർത്താവിന് മറ്റൊരു ഭാര്യ വന്നു, അപ്പൊ സ്വാഭാവികമായിട്ടും ഭർത്താവിന് നാം ചെയ്യേണ്ട ഖിദ്മത്തുകളിൽ ചില ഒഴിവ് സമയം കൂടുതൽ നമുക്ക് ലഭിക്കും. കാരണം മറ്റൊരാൾ കൂടി ഉണ്ടാകുമ്പോ ആ സമയത്ത് നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് ചെയ്യാം, കൂടുതൽ ഒഴിഞ്ഞിരിക്കാം, കൂടുതൽ അള്ളാഹുവിനെ പറ്റി പഠിക്കാം, അങ്ങനത്തെ വിഷയങ്ങൾ. അതുപോലെ നമുക്ക് ബാധിച്ച മുസീബത്തിൽ ക്ഷമ അവലംബിക്കുന്നതിലൂടെ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കാം. അതുപോലെ ഭർത്താവ് എന്നെ തൊലാഖ് ചെയ്തില്ല, ബഹുഭാര്യത്തിലൂടെ എന്നെ നിലനിർത്തി, അതിൽ അള്ളാഹുവിനെ സ്തുതിക്കാം. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ചില പുരുഷന്മാർക്ക് ഒന്നാമത്തെ ഭാര്യയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറവ് ഇങ്ങനെ കണ്ടിട്ടാവും ചിലപ്പോൾ രണ്ടാമത് വിവാഹം കഴിക്കുക. രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ഈ പുരുഷന് മനസ്സിലാവും ഒന്നാമത്തേനേക്കാൾ മോശം കുഴപ്പമാണ് രണ്ടാമത്തേത്. അതായത് സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുക അപ്പോഴായിരിക്കും. അപ്പൊ സ്നേഹത്തിലൊരു എഴുത്തിതാൽ, ഒരു നല്ല രീതിയിൽ അവസ്ഥ വരും. എനിക്കറിയുന്ന മറ്റൊരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന്റെ 2 വിവാഹം കഴിച്ചിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴും മാനസികമായ സ്നേഹം കൂടുതൽ ഒന്നാമത്തെ ഭാര്യയോട്. അതിനുള്ള കാരണം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ ഭാര്യ അറിഞ്ഞിട്ടില്ല വിവാഹം കഴിച്ചിട്ട്, വിവാഹം കഴിച്ച് 3 ദിവസം കഴിഞ്ഞ് വന്ന സമയത്ത് ആ ഭർത്താവിന്റെ ഈ പുരുഷന്റെ നമ്മുടെ സുഹൃത്തിന്റെ കുടുംബക്കാരും എല്ലാവരും എതിരായിരുന്നു. പുരുഷന്റെ കുടുംബക്കാരും ഭാര്യയുടെ കുടുംബക്കാരും എല്ലാവരും എതിരായിരുന്നു. ആ സമയത്ത് തന്റെ ഭാര്യ, ഒന്നാമത്തെ ഭാര്യ തന്റെ ഭർത്താവിനെ ആളുകൾ ഒറ്റപ്പെടുത്തുന്നതും ഉപദ്രവിക്കുന്നതും സഹിക്കാൻ കാണാൻ വയ്യാതെ ആ ഭാര്യ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സമ്മതമാണ് ഭർത്താവ് രണ്ടാമത്തെ വിവാഹം കഴിച്ചത്, എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഭാര്യയെ ഉൾക്കൊള്ളാൻ തയ്യാറായപ്പോ ഇന്നും ആ ഭർത്താവിന്റെ ഹൃദയത്തിൽ ഒന്നാമത്തെ ഭാര്യയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്, വളരെ വലുതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എടുക്കുന്ന ഒരു നിലപാട് അത് ചിന്തയോടുകൂടിയും ഒരു ഉൾക്കാഴ്ചയോടുകൂടി ആയിരിക്കണം. നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നല്ല വിശ്വാസമുള്ള, നല്ല അനുഭവമുള്ള ഒരാളോട് ചോദിക്കാനെങ്കിലും നാം ഓരോരുത്തരും തയ്യാറാവണം. അടുത്തൊരു വിഷയം ശൈഖ് പറയുന്നത് അൽ ഹദറു മിൻ ഈദാഇ സൗജത്തിൽ ജദീദ,
പുതിയ ഭാര്യയെ അഥവാ ഭർത്താവിന്റെ രണ്ടാമതോ മൂന്നാമതോ വിവാഹം കഴിക്കുന്ന ഭാര്യയെ അവരെ ഉപദ്രവിക്കുന്ന, അവരെ ആക്ഷേപിക്കുന്ന അവസ്ഥ. ഒരുപാട് സ്ത്രീകൾ അവരുടെ മാനസികമായിട്ടുള്ള ആ ദേഷ്യവും ആ അവസ്ഥയും അവർ തീർക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഭർത്താവ് വിവാഹം ചെയ്ത ഈ ഭാര്യ അവളെ പല രീതിയിൽ നാം പറഞ്ഞ പോലെ ഒന്നുകിൽ മാനസികമായിട്ട്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പല രീതിയിൽ ഉപദ്രവിപ്പിക്കുന്ന, അവളെ തൊലാക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് ഭർത്താവിനെ നിർബന്ധിക്കുന്ന, അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ ഉപദ്രവിക്കുന്ന അവസ്ഥ. എന്താ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും വിചാരിച്ചിരിക്കുന്നത്? ആ രണ്ടാമത്തെ ഭാര്യയായി വന്ന സ്ത്രീയും നിങ്ങളെ പോലെ ഒരു സ്ത്രീയാണ്. ഒരു ഭർത്താവ് എനിക്കും വേണം, എനിക്ക് എന്റേതായിട്ടൊരു ഭർത്താവ് മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ചിന്തയും വികാരവുമുള്ള ഒരു സ്ത്രീ തന്നെയാണ് ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഭാര്യയായി വരുന്നത്. അവർ വിവാഹം കഴിക്കേണ്ടി വരുന്ന അവസ്ഥ അവരറിഞ്ഞോണ്ടായിരിക്കുമല്ലോ. ഞാൻ രണ്ടാമത്തെ ഭാര്യയാണ് മൂന്നാമത്തെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കാൻ അവർ സമ്മതിക്കണമെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അല്ലാഹു തആല നാളെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരണമെന്ന് വെച്ച വന്ന ആൾക്കാരുണ്ട്. ഒന്നാമത്തെ പിന്നെ ഭർത്താവ് കെട്ടിയതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വേറൊരാളുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാര്യയായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് മനസ്സിലാക്കുക, അതൊരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് അവളൊരു വിശ്വാസിനിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇസ്മൻ മുബീന. ഒരു മുഅ്മിനേനോ ഒരു മുഅ്മിനീനെയോ ഒരു മുഅ്മിനത്തിനെയോ ഉപദ്രവിക്കുന്ന, ഒരു കാരണമില്ലാതെ ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവർ വ്യക്തമായ പാപം, വളരെ വലിയ പാപമാണ് അവർ ഏറ്റുവാങ്ങുന്നത്. നാളെ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. സഹോദരിമാരെ, ഒരു മുഅ്മിനത്തിന്, നിങ്ങളുടെ സത്യവിശ്വാസിയായ ഒരു സഹോദരിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ സ്വന്തത്തിൽ ഇഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുക ഈമാനിന്റെ ഭാഗമാണത്. അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുക. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നിങ്ങളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു നസീഹത്ത് എന്നുള്ള നിലയ്ക്ക് മാത്രം ഈ വിഷയങ്ങൾ എടുത്താൽ മതി. അതുപോലെ തന്നെ മറ്റൊരു വിഷയം പറയുന്നത് തദ്കുറു നിഅമല്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹു തആല നിങ്ങൾ ഇസ്ലാമിൽ നിലനിർത്തുന്നു, യഥാർത്ഥ വിശ്വാസത്തിൽ തൗഹീദിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യം നൽകുന്നു, നിങ്ങൾക്ക് ഭർത്താവിനെ നൽകുന്നു, നിങ്ങൾക്ക് മക്കളെ നൽകുന്നു, കുടുംബം നൽകുന്നു, ഇതെല്ലാം നൽകുന്നു. നിങ്ങൾക്കറിയോ എത്രയോ സ്ത്രീകൾ ഈ നാട്ടിൽ കഷ്ടപ്പെടുന്നത്? എത്രയോ സ്ത്രീകൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു കുടുംബമില്ലാതെ പെൺകുട്ടികളുമായിട്ടൊരു താമസിക്കാൻ ഒരു കൂരയില്ലാതെ താമസിക്കുന്ന സ്ത്രീകൾ, സ്വന്തം ശരീരം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വെച്ച് ദാരിദ്ര്യം വന്ന് ജീവിക്കുന്ന സ്ത്രീകൾ, ഒരു മുഅ്മിനത്തായ ഒരു സ്ത്രീ, അവരെ നിങ്ങളുടെ ഭർത്താവ് വിവാഹം കഴിച്ചാൽ എന്താവശ്യമാണ് നിങ്ങൾ? അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന നിഅമത്തുകൾ നിങ്ങൾ മറന്നുപോവാണ്. അല്ലാഹു തആല തീരുമാനിച്ചാൽ നാളെ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്കും എത്തിയാൽ അന്നേ മനസ്സിലാവുള്ളൂ ഇതിന്റെ അപകടം എത്ര വലുതാണെന്നുള്ളത്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. നാട്ടിൽ എത്രയോ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയം നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മതി. എന്റെ സഹോദരിമാർ, എന്റെ ജിൻസിലില്ല സ്ത്രീകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഈ നാട്ടിൽ കഷ്ടപ്പെടുമ്പോ തന്റെ ഭർത്താവിന് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അതിന് ശേഷിയുണ്ടെങ്കിൽ ആ ഭർത്താവ് വിവാഹം കഴിച്ചോട്ടെ. ഞാൻ പറയുന്നത് നാളെ സ്ത്രീകളൊക്കെ ചെന്ന് നിങ്ങൾ രണ്ടാമത് കെട്ടിക്കോളി എന്ന് പറയണമെന്നല്ല. ഒരു ഭർത്താവ് കഴിച്ചാൽ എന്തിന് നിങ്ങൾ ഉപദ്രവിക്കണം? അല്ലാഹു തആല നിങ്ങൾ ഇത് ചെയ്ത നിഅമത്തുകളല്ലേ നിങ്ങൾ മറക്കുന്നത്? അല്ലാഹു തആല എത്ര അനുഗ്രഹങ്ങളാണ് ചൊരിഞ്ഞിട്ടുള്ളത്. ചില സ്ത്രീകൾക്കുള്ള ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഭർത്താവ് എനിക്കെന്തോ കുറവുള്ളതുകൊണ്ട്, എന്നെന്തോ ഇഷ്ടമില്ലാത്തത് കൊണ്ട്, ഞാനെന്തോ പിന്നെ ഭർത്താവിന് തൃപ്തിയില്ലാത്തതുകൊണ്ട്, ഇതുകൊണ്ടൊക്കെയാണ് ഭർത്താവ് വേറെ വിവാഹം കഴിക്കുന്നത് എന്നുള്ള. ചില സ്ത്രീകൾ വിചാരം വേറെ വിവാഹം കഴിച്ചാൽ നാം പറഞ്ഞ പോലെ ഇന്ന ഇഷ്ടം ഉണ്ടാവൂല, ഇന്ന ഒറ്റക്കാക്കും, ഇന്ന അകറ്റും. ഇതൊന്നും കാരണമല്ല. ഇതൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഭർത്താവാണെങ്കിൽ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ വല്ലാഹി നിങ്ങളോട് അനീതി കാണിക്കൂല. അതുകൊണ്ട് സഹോദരിമാരെ, ഈ വിഷയം ഗൗരവത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും നാം തയ്യാറെടുക്കുക എന്നുള്ളത്. അടുത്ത വിഷയം പറയുന്നത് ഇത്റാഹുൽ മുബാലാത്തി ബികലാമിൻ നാസ്, ജനങ്ങളുടെ വാക്കുകളെ ഒഴിവാക്കുക എന്നുള്ളത്. ഇബ്നു ഹസം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഫദാലിക ഹുവൽ ബാബുൽ അഖ്ലി വറാഹ കുല്ലിഹ, എല്ലാ സമാധാനത്തിന്റെയും ശാന്തിയുടെയും വാതിൽ എന്ന് പറഞ്ഞ മറ്റുള്ളവർ പറയണത് കേൾക്കുന്ന ഒഴിവാക്കുക എന്നുള്ളതാണ്.
ഇപ്പൊ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവര് നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താ നിൽക്കുന്നറിയോ? അയൽവാസികള്, കുടുംബക്കാര്, സ്വന്തം ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, സഹോദരിമാരാവട്ടെ, അവര് പറയുന്ന വാക്കുകളായിരിക്കും. അവര് വന്നിട്ട് പറയും, ഈ എന്ത് കാരണം കൊണ്ടാ ചെയ്തത്, അനക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അത് കഴിഞ്ഞിപ്പോ എന്റെ സമ്പത്ത്, ഭർത്താവിന്റെ സമ്പത്തൊക്കെ ഓൾക്കും കൂടി എടുക്കേണ്ടി വരില്ലേ? പിന്നെ വീതം വെക്കുമ്പോൾ ഓൾക്ക് പോവില്ലേ? ഈ എന്ത് ചെയ്യണം, സമ്പത്ത് എന്റെ പേരിലാക്കാൻ പറയണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് കാരണം കൊണ്ടാ ചെയ്ത്, ഇങ്ങനെയായിട്ട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ. ഇത് കേൾക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് വിഷമിച്ചിട്ടുണ്ടാവും, വിഷമായിട്ടിരിക്കായിരിക്കും. അതിന് പുറമെ ഇതുകൂടി കേൾക്കുമ്പോ ശൈത്താന് രണ്ട് വാതില് തുറന്നു കിട്ടുന്ന അവസ്ഥയാണ്. രണ്ട് വാതില് ശൈത്താൻ നമ്മളെ കൽബ് കയറി അസ്വസ്ഥമാക്കി. സഹോദരിമാരെ, എത്ര സ്ത്രീകൾ ഇത് ചിന്തിച്ച് മാനസിക നില വരെ തെറ്റുന്ന അവസ്ഥയിലെത്തുന്നു. ഇതിന്റെ ഒന്നും ആവശ്യമല്ല. അള്ളാഹു തആല നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അതിൽ നമ്മളെ ബാധിക്കുന്ന ഏതൊരു മുസീബത്തും സ്വീകരിക്കാൻ നാം തയ്യാറാവുക എന്നുള്ളതാ വേണ്ടത്. തയ്യാറാവുക എന്നുള്ളത് അത് എന്താ വരുന്നത് വെച്ചാൽ അതിന് ക്ഷമ കാണിക്കുക. ജനങ്ങളുടെ വാക്കുകളെ അവർ ചോദിക്കുന്നത് എന്താ കാരണം, എന്ത്, അതൊക്കെ ഒഴിവാക്കിയിട്ട് അവരോട് നല്ല രീതിയിൽ, നിങ്ങൾക്ക് മാനസികമായി വിഷമുണ്ടെങ്കിൽ കൂടി അവരെ നല്ല രീതിയിൽ ആ വാക്കുകളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഈ ചിന്തയും ബുദ്ധിമുട്ടും ഉണ്ടാക്കി മനസ്സിനെ അസ്വസ്ഥമാക്കാതിരിക്കുക എന്നുള്ളത്. അവസാനമായിട്ട് ഷെയ്ഖ് പറയാണ്, ഭർത്താവ് വേറെ വിവാഹം കഴിച്ചാൽ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം ഇസ്തിഹ്ളാറു അന്ന റാഹത താമതൽ കാമില ലൈസത് ഫി ദുനിയ. ദുനിയാവിലല്ല പൂർണ്ണമായ സന്തോഷവും സമാധാനവും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ദുനിയാവിലല്ല അള്ളാഹ് വെച്ചിട്ടുള്ളത്. ദുനിയാവ് ദാറുൽ ബലാ, പരീക്ഷണങ്ങളുടെ ബലവനമാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾക്കുള്ള പരീക്ഷണം പല രീതിയിൽ വരാം. ഒന്നുകിൽ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ അനന്തര ഫലമായിട്ടായിരിക്കും, നിങ്ങൾ മുൻപ് ചെയ്ത ചില പാപങ്ങളുടെ ഫലമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഭർത്താവിന്റെ ഉറ്റ ബന്ധങ്ങളെ വല്ലതും നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതിങ്ങനെയൊക്കെ കിട്ടും. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണമായിരിക്കാം, അല്ലെങ്കിൽ അല്ലാഹു തആല നിങ്ങളുടെ ദറജ ഉയർത്താൻ ക്ഷമിക്കാൻ ഉണ്ടാക്കിയ ഒരു കാരണമായിരിക്കാം. അങ്ങനെ പലതുമാകാം. എന്തായിരുന്നാലും ദുനിയാവ് പരീക്ഷണത്തിന്റെ ഭവനമാണ് എന്നും എനിക്ക് റാഹത്ത് പൂർണ്ണമായി നൽകുന്നത് ഇവിടെയല്ല എന്നും ഞാൻ ജീവിക്കുന്നത് നാളെ സ്വർഗത്തിൽ എത്തിപ്പെടാനുണ്ട് എന്നുള്ള ബോധവും ദീനിനെ മുറുകെ പിടിക്കാനുള്ള ഒരു അവസ്ഥയുമാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതായത് സഹോദരിമാരോട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരിമാരെ, ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി ചിന്തിച്ചിട്ട് ഈ ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കാൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലാഹു തആല നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 19ാമത്തെ വിഷയം അത്തഖ്സീറു ഫി തർബിയത്തിൽ ഔലാദ്. മക്കളെ തർബിയത്ത് കൊടുക്കുന്നതിൽ, മക്കളെ വളർത്തുന്നതിൽ, മക്കൾക്ക് നല്ല തർബിയത്ത് കൊടുക്കുന്നതിലുള്ള കുറവ് എന്നുള്ളത്. സഹോദരിമാരെ, ഫൽ ഉമ്മ എന്ന് പറഞ്ഞാൽ, ഉമ്മ എന്ന് പറഞ്ഞാൽ മദ്റസത്തുൽ ഊലാ ലിൽ ഔലാദ്. മക്കളുടെ ഒന്നാമത്തെ മദ്റസ എന്ന് പറഞ്ഞാൽ അത് ഉമ്മയാണ്. ഉപ്പയേക്കാൾ മക്കളിൽ സ്വാധീനം ചെലുത്തുക ഉമ്മമാരായിരിക്കും. ഉമ്മമാരുടെ സ്വഭാവം, ഉമ്മമാരുടെ പെരുമാറ്റം, ഉമ്മമാരുടെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഏറ്റവും കൂടുതൽ ഉമ്മമാരുമായിട്ടായിട്ട് ഉണ്ടാവുക. കാരണം അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് അവര്. ഉമ്മമാരുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഉമ്മമാരുടെ ഏറ്റവും നല്ല സ്ത്രീയുടെ മുലപ്പാല് കുടിച്ച കുട്ടി ഏറ്റവും നന്നാവുന്നുള്ളൊരു ചൊല്ല് പറയും. അതായത് ഉമ്മമാർ എത്രത്തോളം നന്നാവുന്നുവോ അത്രത്തോളം മക്കളിൽ ആ സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ട് മക്കളെ തർബിയത്ത് കൊടുക്കുന്നതിൽ, മക്കൾക്ക് ഏറ്റവും നല്ല തർബിയത്ത് കൊടുക്കുന്നതിൽ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മക്കൾ വളരുന്നത് ഓരോന്നും, ഒരു നമ്മള് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സ്കൂളിൽ കൊണ്ടുവാക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൽ കൊണ്ടാക്കുന്നതിന് മുമ്പേ ആ ഉമ്മയാണ്, മാതാപിതാക്കൾ രണ്ടുപേരുമുണ്ട്, ഉമ്മക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഏത് വിഷയത്തിൽ? മാതാപിതാ മക്കൾക്ക് തർബിയത്ത് കൊടുക്കുന്നതിൽ. ഇതിൽ നമ്മളൊരു അശ്രദ്ധരായാൽ, മക്കളെ ശരിക്കും നോക്കാതെ മക്കളെ അവരെ വാറ്റിന് വിട്ട് ആ ഒരു അവസ്ഥ ഉണ്ടായാൽ ഭാവിയിൽ അവരിൽ നിന്നുള്ള കുഴപ്പങ്ങൾ, അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ദോഷങ്ങളും കേൾക്കുമ്പോ ചില ഉമ്മമാർക്ക് മനസ്സിലാവൂല, ചില ഉപ്പമാർക്ക് മനസ്സിലാവൂല ഇത് ഞങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. എന്താ, ഡേ കെയറോ, ചെറിയ കുട്ടികളെ വരെ ഡേ കെയർ കൊണ്ടുവയ്ക്കുന്ന അവസ്ഥ. നോക്കിക്കോളി, ഭാവിയിൽ നിങ്ങളുടെ വൃദ്ധസദനത്തിൽ ഒരാക്കും. ഭാവിയിൽ ആ മക്കള് നിങ്ങളെ വൃദ്ധസദനത്തിലാക്കുന്ന അവസ്ഥയുണ്ടാകും. അത് ആ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം അവരിലെ ഓരോ സ്വഭാവവും.
അവരുടെ പെരുമാറ്റം, അവരുടെ വിശ്വാസം, അവരുടെ അമാലുകൾ, അങ്ങനെ ഓരോ വിഷയത്തിലും നല്ല മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഈ ഉമ്മയും ഉപ്പയൊക്കെ മോശം മാതൃകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഉമ്മമാർ, നിസ്കരിക്കാത്ത, ആളുകളുടെ മുമ്പിൽ മോശം വേഷം ധരിച്ച് കിടക്കുന്ന, ഔറത്ത് കാണിച്ച് കിടക്കുന്ന, നിസ്കാരം നിർവഹിക്കാത്ത, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാത്ത ഉമ്മമാരുടെ മക്കൾ അവരെ കണ്ടിട്ട് തന്നെ പഠിക്കുക. പിന്നെ അള്ളാഹുവിന് വലിയ തൗഫീഖ് ലഭിക്കണം അവർക്ക് മാറണമെങ്കിൽ. അവരുടെ മാതൃക കണ്ടിട്ടാണ് അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അറിയാതെ നിങ്ങളെ കണ്ടുപഠിക്കുന്ന കുട്ടിയുണ്ട് നിങ്ങൾക്ക് എന്നുള്ളത്. അതുകൊണ്ട് നല്ല മാതൃകയായിട്ട് അവർക്ക് മാറ്റണം. അതുപോലെ തന്നെ ഈ വിഷയത്തിലുള്ള ഏറ്റവും വലിയൊരു കുറവാണ് സ്ത്രീകൾ ജോലിക്ക് പോകുക എന്നുള്ളത്. അതായത് ഒരാവശ്യമില്ലാത്ത, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന് നല്ല വരുമാനമുള്ള ഒരാവശ്യമില്ലാത്ത സ്ത്രീയാണെന്ന നിലയ്ക്ക് എനിക്ക് ജോലി വേണം, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യണം, ആ നിലക്ക് ജോലിക്ക് പോയിട്ട് അങ്ങനെയുള്ള കുട്ടികളാണ് ഉമ്മമാര് നോക്കാതെ ഒന്നെങ്കിൽ വേലക്കാരി, വല്ല കാഫിറായ വേലക്കാരിനും വെച്ച് അതിന്റെ സ്വഭാവം പഠിക്കുക കുട്ടികൾ. അല്ലെങ്കിൽ വേറെ പോലെ ഈ ഡേ കെയറിൽ വല്ല കുഫാറുകളായിരിക്കും, അവരുടെ സ്വഭാവം പെരുമാറ്റവും വിശ്വാസങ്ങളെ ഈ കുട്ടിക്ക് കൽബിലേക്ക് കയറുക. അങ്ങനെ തീരെ ശ്രദ്ധിക്കാതെ ഒരവസ്ഥ. അതിന്റെ ഗൗരവം, സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിന്റെ ഗൗരവവും അതിന്റെ അപകടവും അതിനുള്ള കാരണമൊക്കെ നാം മുമ്പ് പറഞ്ഞതാണ്. നാം പറഞ്ഞല്ലോ, പുരുഷന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവാമത്ത് ഏൽപ്പിച്ചിട്ടുള്ളത്, അഥവാ വീടിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളത് പുരുഷന്മാരാണ്. പുരുഷന്മാർ ചെയ്തോളും. അത്ര ആവശ്യമുള്ള മേഖല, ഇപ്പോ നമ്മള് ദീനിയായിട്ട് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ വൈദ്യരംഗത്ത്, അല്ലെങ്കിൽ മറ്റു രംഗത്ത് ആവശ്യം വരുമ്പോൾ പോകാം. അല്ലാതെ ഒരാവശ്യവുമില്ലാത്ത സ്ത്രീകൾ പോകുമ്പോ അവിടെ മക്കള് നേരാവണ്ണം വളരുന്നില്ല എന്നുള്ളത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഏറ്റവും നല്ല തർബിയത്ത് കൊടുക്കണം. സ്ത്രീകളുടെ ഉത്തരവാദിത്തം അതാണ്. മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്താനും വീടിന്റെ കാര്യങ്ങൾ നോക്കാനും അതുപോലെയാണ് സ്ത്രീകളുടെ ഉത്തരവാദിത്തം എന്നുള്ളത്. അതുകൊണ്ട് ഗൗരവപൂർവം സഹോദരിമാർ ഈ വിഷയം ചിന്തിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് കുട്ടികൾക്കുള്ള തർബിയത്തിൽ വരുന്ന കുറവുകൾ. ഇനി 20-ാമത്തെ ഖില്ലത്തുൽ മുറാഅത്തി ലി അഹ്വാലി സൗജി വ മുശാഇരി, ഭർത്താവിന്റെ അവസ്ഥകളെയും ചുറ്റുപാടുകളെയും ശ്രദ്ധിക്കുന്നതിലുള്ള കുറവ്. അതായത് ഇത് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒന്ന് മനസ്സ് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ചില വിഷയങ്ങളാണ്. അഥവാ ഭർത്താവിനെ എങ്ങനെ കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള കടമകൾ എങ്ങനെ നിർവഹിക്കണം, എങ്ങനെ ഭർത്താവിനെ പരിഗണിക്കണം, ഈ വിഷയങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ ഒരു ശ്രദ്ധയുമില്ലാത്ത അല്ലെങ്കിൽ അശ്രദ്ധമായി കൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സാധാരണ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഭർത്താവ് എന്തെങ്കിലും ദൂരയാത്ര കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോയി തിരക്ക് കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും വല്ല മോശപ്പെട്ട വാർത്തയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം പറഞ്ഞ് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുക. ഭാര്യ വീട്ടിൽ കയറി വരുമ്പോ, അല്ലെങ്കിൽ ചില സ്ത്രീകൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ രണ്ടാമത് ഒരു സാധനം കൂടി വാങ്ങണം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വാങ്ങണം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വാങ്ങണം. ഭർത്താവിനെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ ചില ഭാര്യമാര് കാണാൻ സാധിക്കും അവിടെ നിത്യജീവിതത്തിൽ. അതുപോലെ തന്നെ ഭർത്താവിന്റെ ഉറക്കം, ക്ഷീണം വരുമ്പോൾ ഉറങ്ങുന്ന സമയം, അല്ലെങ്കിൽ ഭർത്താവിന് ഭക്ഷണം എപ്പോ കൊടുക്കണം, അല്ലെങ്കിൽ ഭർത്താവ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഭർത്താവിന്റെ വായന, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിനോട് സംസാരിക്കുമ്പോ ഭർത്താവ് ഇങ്ങോട്ട് സംസാരിക്കുമ്പോ എങ്ങനെ സംസാരിക്കണം, ഭർത്താവിനോട് ഒച്ചയിട്ട് ഉറക്കെ സംസാരിക്കുന്ന അങ്ങനത്തെ അവസ്ഥ. ചില സ്ത്രീകൾ വീട്ടിന്റെ കാര്യങ്ങൾ നോക്കാതെ വീടിനെ വൃത്തിയായി കൊണ്ടു നടക്കുന്നതിലും വീടിനെ പരിചരിക്കുന്നതിലും അതുപോലെ തന്നെ ഈ ഭക്ഷണം ഒരുക്കുന്നത്, അതിന് ഉറക്കത്തിന് വേണ്ടി കാര്യങ്ങൾ തയ്യാറാക്കുന്നത്, ഇതിലൊന്നും ശ്രദ്ധയില്ലാത്ത, അഥവാ ഭർത്താവിനെ പരിഗണിക്കേണ്ടത് എങ്ങനെ, ഭർത്താവിനോട് ഖിദ്മത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. ഭർത്താവ് ചിലപ്പോൾ നല്ല സന്തോഷമായിരിക്കുമ്പോ തന്റെ സങ്കടം പോയി പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഭർത്താവ് സങ്കടത്തിലാവുമ്പോ തന്റെ സന്തോഷം പോയി കാണിക്കുന്ന അവസ്ഥ. ഇതുപോലെ ഭർത്താവിനോട് എങ്ങനെ നിൽക്കണം, എങ്ങനെ പെരുമാറണം, ഇതൊന്നും അറിയാത്ത അവസ്ഥ പല സ്ത്രീകളിലും കാണാൻ സാധിക്കാറുണ്ട്. അത് ഭർത്താവിന്റെ അവസ്ഥകളെ പരിഗണിക്കുന്നതിൽ, ഭർത്താവിനെ ഖിദ്മത്ത് പരിചരിക്കേണ്ട അവസ്ഥകളെ പരിഗണിക്കുന്നതിൽ വളരെ മോശമായ സ്ത്രീകൾ. സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്കേണ്ടത്, ഭർത്താവിന് ഒരു ഉറക്കം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ഷീണം വരുന്ന സമയത്ത് മക്കളെ ഒന്ന് മാറ്റി നിർത്തി, ഇപ്പൊ ഉറങ്ങിക്കോട്ടെ, ഉപ്പാക്ക് ക്ഷീണമുണ്ട്, അങ്ങനെ പറയുന്ന ഒരു ഭാര്യ,
അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന, തന്റെ വസ്ത്രം വൃത്തിയാക്കുന്ന, അല്ലെങ്കിൽ വീടിന്റെ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ഒരു താലിബുൽ ഇൽമാണെങ്കിൽ അവരുടെ പുസ്തകങ്ങളെല്ലാം അടക്കി ഒതുക്കി വെച്ച് അതെല്ലാം വൃത്തിയായി കൊണ്ടു നടക്കുന്ന ഒരു ഭാര്യ. ഇതുപോലെയുള്ള സ്ത്രീകളെ ഭർത്താക്കന്മാർക്ക് ഒരുപാട് സ്നേഹവും പരിഗണനയും എല്ലാം ഉണ്ടാകും. അപ്പൊ സഹോദരിമാർ ഭർത്താവിനോട് എങ്ങനെ ഹിദ്മത്ത് ചെയ്യണം, അത് സത്യത്തിൽ വിവാഹം കഴിച്ചു പോകുമ്പോൾ ഉമ്മയും ഉപ്പയും പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മാക്കുപ്പാക്ക് അറിഞ്ഞാലേ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഓരോ ഭാര്യമാർക്കും അറിയാൻ പറ്റണം. ഇബ്നുൽ ജൗസി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. സഅദ് ബിൻ മുസയ്യിബ്, താബീങ്ങളിൽപ്പെട്ട വളരെ പ്രശസ്തനായ ഇമാമു താബീൻ എന്നെല്ലാം പറയുന്ന സഈദ് ബിൻ മുസയ്യിബ് എന്റെ മകൾ പറഞ്ഞതാണ്, മാ കുന്നാ നുകല്ലിമു അസ്വാജന ഇല്ലാ കമാ തുകല്ലിമുന ഉമറാഅക്കും. ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ നിങ്ങളുടെ ഭരണാധികാരികളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഭരണാധികാരികളോട് സംസാരിക്കുന്ന പോലെ ഞങ്ങൾ പറയുമായിരുന്നു, അസ്ലഹക്കല്ലാഹ് ആഫാക്കല്ലാഹ്, അള്ളാഹ് നിങ്ങളെ നന്നാക്കട്ടെ, അല്ലാഹു തആല നിങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ എന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് അതുപോലെ മറ്റൊരു സംഭവം, അത് പിന്നെ കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതില് പറയുന്ന വിഷയം, ഔഫ് ഇബ്നു മുൽഹിം തന്റെ മകൾ ഔഫ് ഇബ്നു മുൽഹിം അശ്ശൈബാനി തന്റെ മകളെ ഇയാസ് ഇബ്നുൽ ഹാരിസ് ഇബ്നു അംർ അൽ കിന്ദി, ഭരണാധികാരിയുടെ ആ വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആ സമയത്ത് ഈ മകളുടെ ഉമ്മ അഥവാ ഔഫ് ഇബ്നു മുൽഹിമിന്റെ ഭാര്യയായ ഉമാമത്ത് ബിൻത് ഹാരിസ് മകൾക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ അത് അഹ്കാമുൻ നിസാ അതിലൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ആ ഉമ്മ വിവാഹം കഴിച്ചു പോകുന്ന മകളെ വിളിച്ച് ഉപദേശിക്കുന്ന, ഓരോ സഹോദരിമാരും തങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും തങ്ങളുടെ മക്കൾക്ക് വിവാഹ സമയത്ത് പറഞ്ഞു കൊടുക്കാനും ഉപകരിക്കുന്ന ചില വാക്കുകളാണ്. ആ ഉമ്മ മോളെ വിളിച്ച് പറയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോളെ, ഇന്നൽ വസിയ്യത ലൗ തുരികത് ലിഫളലിൻ ഫിൽ അദബ് ഔ മക്റമത്തിൻ ഫിൽ ഹസബ് ലതുരികത് ദാലിക്. ഒരു ഉപദേശം ഒരു നല്ല അദബുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവം കുലീനതയുള്ള ഒരു സ്ത്രീക്ക് ഒരു ഉപദേശം വേണ്ടാന്നാണെങ്കിൽ നിനക്ക് ഞാൻ നിന്നെ ഉപദേശിക്കൂല. അതായത് മോളെ, നിനക്ക് നല്ല സ്വഭാവം ഇതെല്ലാം ഉണ്ട്, വലാകിന്നഹാ തദ്കിറത്തുൽ ലിൽ ഗാഫിൽ വമഅരിഫത്തുൽ ലിൽ ആഖിൽ. എന്നാൽ അശ്രദ്ധയായിരിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിയുള്ളവർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നിട്ട് പറയാണ്, ഐ ബുനയ്യ, എന്റെ പൊന്നുമോളെ, ലൗ ഇസ്തഗ്നത് അൽ മർഅതു അൻ സൗജിഹാ ബിഗിന അബീഹാ വശിദ്ദതി ഹാജതിഹാ ഇലൈഹി ലകുൻതി അഗ്ന അന്നാസി അൻഹു. ഒരു ഉപ്പ, ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് ഒരു ഉപ്പ മതി, ആവശ്യക്കാരനായിട്ട് ഉപ്പ മതി എന്നാണെങ്കിൽ നിനക്ക് ഒരു ആവശ്യമില്ല ഒരു ഭർത്താവിന്. നിന്റെ മാതാപിതാക്കൾ തന്നെ അത്ര അധികം നിനക്കുണ്ട്. എന്നാൽ അന്നഹുന്ന ഖുലിഖന ലിർരിജാൽ കമാ ലഹുന്ന ഖുലിഖ അദ്ദിജാൽ. സ്ത്രീകൾ പുരുഷന്മാർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, അതുപോലെ പുരുഷന്മാർ സ്ത്രീകൾക്ക് സൃഷ്ടിക്കപ്പെട്ടതുപോലെ. എന്നിട്ട് പറയാണ്, ഐ ബുനയ്യ, എന്റെ പൊന്നുമോളെ, ഇന്നകി ഖദ് ഫാറഖ്തിൽ ജവ്വല്ലദീ മിൻഹു ഖറജ്തി. നീ പോവാണ്, നീ വളർന്ന വീട്ടിൽ നിന്ന് നീ പോവാണ്. വൽഉശ്ശല്ലദീ ഫീഹി ദറജ്തി. നീ നടക്കാൻ പഠിച്ച, നീ ഓടിക്കളിച്ച വീട്ടിൽ നിന്ന് നീ പോവാണ്. ഇലാ വക്രിൻ ലം തഅരിഫി. ഇതുവരെ നിനക്കറിയാത്തൊരു കുടുംബത്തിലേക്ക്. വഖരീനിൻ ലം തഅലിഫി. നിനക്കറിയാത്തൊരു ഇണയോടൊപ്പം പോയി നീ പോവാണ്. എന്നിട്ട് പറയാണ്, അസ്ബഹ ബിമുൽകിഹി അലൈകി മലീക. അവനാകും നിന്നെ വിവാഹം കഴിക്കുന്നത് കൂടി നിന്റെ മേലെയുള്ള മലീക്, അധികാരി ആയിട്ട് അവൻ മാറും. ഫകൂനി ലഹു അമത യകുൻ ലകി അബ്ദ. നീ അവനൊരു അടിമയെ പോലെ ആയാൽ അവൻ നിനക്കും ഒരു അടിമയെ പോലെ ആയിരിക്കും. ഇഹ്ഫളി മിൻഹു ഖിസാലൻ 10 തകുൻ ലക ദർകം വദിക്റ. ഞാൻ നിനക്ക് 10 കാര്യം പറഞ്ഞുതരാം, 10 ഗുണങ്ങൾ, അത് നീ എടുത്തോ, നിനക്കൊരു നിധിയും ഓർമ്മപ്പെടുത്തലുമായിരിക്കും അത്. എന്നിട്ട് 10 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അമൽ ഊല വസാനി. ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം, ഫസ്സുഹ്ബതു ബിൽ ഖനാഅ വൽ മുആശിറതു ലഹു ബിഹുസ്നി സമഇ വത്താഅ. അവനോടൊപ്പം ജീവിക്കുക, ഖനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അവനോടൊപ്പം ജീവിക്കുക. അവനോടൊപ്പം സഹവസിക്കേണ്ടത് ഏറ്റവും അനുസരണത്തോടും കേൾവിയോടും കൂടിയായിരിക്കും അവനോടൊപ്പം ജീവിക്കേണ്ടത്. എന്നിട്ട് പറയാണ്, ഫഇന്ന ഫിൽ ഖനാഅ റാഹത്തുൽ ഖൽബ്. ഖനാഅത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിൽ ഖൽബിന് സമാധാനം ഉണ്ടാകും. വഫി ഹസ്നി സമഇ വത്താഅ റിളുർ റബ്ബ്. ഭർത്താവിനെ അനുസരിക്കുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെയും അനുസരിക്കുന്നതിലൂടെയും അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ നാലാമത്തെ കാര്യം,
അവന്റെ മൂക്കിന്റെയും അവന്റെ കണ്ണിന്റെയും സ്ഥാനങ്ങളെ നീ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതുകൊണ്ടുള്ള ഉദ്ദേശം ഫലാ തഖഉ ഐനുഹു മിൻകി അലാ ശൈഇൻ ഖബീഹ്, അവൻ നിന്നിൽ മോശപ്പെട്ട പ്രവർത്തനമോ മോശപ്പെട്ട രൂപത്തിലോ നിന്നെ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. വലാ യശുമ്മു മിൻകി ഇല്ലാ അത്യബ റീഹ്, ഏറ്റവും നല്ല ഗന്ധമല്ലാതെ നിന്നിൽ നിന്ന് അവൻ മണക്കുകയും ചെയ്യരുത്. വഇന്നൽ കഹല അഹ്സനുൽ മൗജൂദ്, കൺമഷി എന്നുള്ളത് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അലങ്കാരമായിട്ടുള്ള കാര്യമാണ് കണ്ണെഴുതുക എന്നുള്ളത്. വൽ മാഉ അത്യബു തീബി വൽ മഫ്ഖൂദ്, വെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സുഗന്ധമാണ്, അഥവാ എപ്പോഴും കുളിച്ച് വൃത്തിയായിട്ട് അവന്റെ മുമ്പിൽ നിൽക്കണം എന്നുള്ളത്. എന്നിട്ട് പറയാണ് അമ്മൽ ഖാമിസത്തു വസ്സാദിസ, അഞ്ചാമത്തെയും ആറാമത്തെയും കാര്യം ഫത്തആഹുദു ലിമൗളിഇ തആമിഹി വതഫഖദു ലഹു ഹീന മനാമിഹി, അവന്റെ ഭക്ഷണത്തിന്റെ സമയവും അതുപോലെ അവന്റെ ഉറക്കത്തിന്റെ വിഷയത്തിലും നീ ശ്രദ്ധിക്കണം. ഫഇന്ന ഹറാറത്തുൽ ജൂഇ മൽഹബ, വിശപ്പ് എന്ന് പറഞ്ഞാൽ ആളിക്കത്തുന്ന തീ പോലെയാണ്. വഇന്ന തൻഗീസൻ നൗമി മഗ്ളബ, അവന്റെ ഉറക്കം നീ അസ്വസ്ഥമാക്കിയാൽ അവൻ കോപിക്കാനും ഇടയാകും. എന്നിട്ട് വമ്മസ്സാബിഅതു വസ്സാമിന, ഏഴാമത്തെയും എട്ടാമത്തെയും കാര്യം ഫൽഇർആഉ അലാ ഖശമിഹി വഇയാലിഹി വൽഇഹ്തിഫാളു ബിമാലിഹി, അവന്റെ കുടുംബത്തെ അവന്റെ കുടുംബക്കാരെ അവനെ നീ പരിഗണിക്കണം, അതുപോലെ അവന്റെ സമ്പത്തിനെ നീ കാത്തു സൂക്ഷിക്കുകയും വേണം. ഫഇന്ന അസ്ലുൽ ഇഹ്തിഫാളി ബിൽ മാൽ ഹുസ്നുൽ തഖ്ദീർ, അവന്റെ സമ്പത്ത് സംരക്ഷിക്കുക എന്നുള്ളത് അവനുള്ള ഒരു ബഹുമാനമാണ്. വരിആഉ അലാ ഹശ്മി വൽ ഇയാൽ ഹുസ്നുൽ തദ്ബീർ, അവന്റെ ആ കുടുംബത്തെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും നല്ല കൊണ്ടു നടക്കലാണ്. അഥവാ അവന്റെ കുടുംബക്കാരുടെ എല്ലാം ഇഷ്ടം നേടിയെടുത്ത് തൃപ്തി നേടിയെടുക്കുക എന്നുള്ളത് വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പറയണം വമ്മത്താസിയത്തു വൽ ആശിർ, ഒമ്പതാമത്തെയും പത്താമത്തെയും കാര്യം ഫലാ തുഫ്ശി ലഹു സിർറ വലാ തുഅസി ഫി ഹാലിൻ ലഹു അംറ, അവന്റെ ഒരു രഹസ്യവും നീ പരസ്യമാക്കരുത്, അവൻ കൽപ്പിച്ച കാര്യങ്ങൾ നീ അനുസരിക്കാതെയും ഇരിക്കരുത്. ഫഇന്നക ഇൻ അഫ്ശൈതി സിർറഹു ലം തഅ്മനി ഗദ്റ, അവന്റെ രഹസ്യം നീ പരസ്യമാക്കിയാൽ അവന്റെ ചതിയിൽ നിന്ന് നീ രക്ഷപ്പെടൂല. വഇൻ അസൈതി അംറ, നീ അവന്റെ കൽപ്പന ധിക്കരിച്ചാൽ അവന്റെ കൽബിൽ നിന്നെ കുറിച്ചുള്ള കോപവും ഉണ്ടാകും. എന്നിട്ട് പറയാണ് ഈ 10 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്ത് മനോഹരമായ കാര്യങ്ങളാണ് ഇത്! ഓരോ സ്ത്രീകളും ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെയൊക്കെ മക്കളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുമ്പോ ഇതുപോലെയുള്ള ഉപദേശങ്ങൾ കൊടുത്ത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ് സുമ്മത്തഖിയ അബുനയ, ഒരു സ്ത്രീയാണ്, ഒരു ഉമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്. മോളെ, നീ മനസ്സിലാക്കുക, അൽ ഫറഹു ലദൈഹി ഇദാ കാന തരിഹ, അവൻ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിരാശനായിരിക്കുകയാണെങ്കിൽ നീ അവന്റെ മുമ്പിൽ നിന്റെ സന്തോഷം കാണിക്കരുത്. വലിക്തിആബ് ഇദാ കാന ഫരിഹ, അവൻ സന്തോഷത്തിലാവുകയാണെങ്കിൽ നിന്റെ വിഷമവും നീ അവന്റെ മുമ്പിൽ കാണിക്കരുത്. ഫഇന്നൽ ഖസ്ലത്തുൽ ഊലാ മിന തഖ്സീർ വസാനിയതു മിൻ തക്ദീർ, ഒന്നാമത്തെ വിഷയം അഥവാ അവൻ വിഷമിച്ചിരിക്കുമ്പോൾ സന്തോഷം കാണിക്കുക എന്നുള്ളത് ഒരു ന്യൂനതയാണ്. രണ്ടാമത്തെ വിഷയം അതൊരു കയർപ്പാണ്, അവൻ സന്തോഷിക്കുമ്പോൾ അവൻ നമ്മുടെ ദുഃഖം കാണിക്കുക എന്നുള്ളത്. എന്നിട്ട് വീണ്ടും 1-2 കാര്യങ്ങൾ കൂടി പറയാണ്. വകൂനി അശദ്ദമാ തകൂനി ലഹു ഇക്റാമ അശദ്ദമാ തകൂനി ലഹു ഇളാമ, നീ അവനെ എത്രത്തോളം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം അവൻ നിന്നെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. എന്നിട്ട് അവസാനമായിട്ട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ തൃപ്തിയേക്കാളും നിന്റെ ഇച്ഛയേക്കാളും അവന്റെ ഇച്ഛയും തൃപ്തിയും നീ പ്രാധാന്യം കൊടുക്കുമ്പോൾ മാത്രമാണ് നിനക്ക് ഏറ്റവും സന്തോഷകരമായ ജീവിതം ലഭിക്കുക എന്നുള്ളത്. അവരുടെ ജീവിതത്തിൽ പിന്നീട് സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്ത്രീ ശ്രദ്ധിക്കട്ടെ, ബുദ്ധിയിലൊരു സ്ത്രീ ശ്രദ്ധിക്കട്ടെ, അവളുടെ ഭർത്താവ് നല്ലൊരു പുരുഷനാണെങ്കിൽ, നല്ല ദീനുള്ള, അവളെ സ്നേഹിക്കുന്ന, അവളെ സംരക്ഷിക്കുന്ന, ദീനി കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന നല്ലൊരു ഭർത്താവാണെങ്കിൽ അവന്റെ തൃപ്തി നേടിയെടുക്കാൻ അവൾ കഠിന പരിശ്രമം നടത്തട്ടെ. അവനെ വെറുപ്പിക്കുന്ന കാര്യം പരമാവധി ഒഴിവാക്കട്ടെ. കാരണം അതുപോലെ ഒരാളെ വളരെ ചുരുക്കം പേർക്കേ അല്ലാഹു തആല നൽകുകയുള്ളൂ. അവന്റെ തൃപ്തി നേടിയെടുക്കാൻ പരമാവധി ശ്രമിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറച്ച് ഹദീസുകൾ കൂടി ഈ ബാബിൽ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഅഹദിൻ ലഉമിർതു അസ്സൗജത അൻ തസ്ജുദ ലിസൗജിഹാ, ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യയോട് ഭർത്താവിനോട് ചെയ്യാൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞു, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത് ജന്ന, ഭർത്താവ് തൃപ്തിപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതുപോലെ ഇദാ സല്ലത് അൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹസനത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹാ ഉദ്ഖുലി മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅതി, ഒരു സ്ത്രീ 5 വക്ത് നമസ്കരിച്ചു, റമളാനിൽ നോമ്പ് നോറ്റു, അവളുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചു,
ഭർത്താവിനെ അനുസരിച്ചു, ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അവളോട് പറയും ഉദ്ഖുലി മിൻ അയ്യി അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും നീ ഉദ്ദേശിക്കുന്ന ഏത് കവാടത്തിലൂടെയും നീ പ്രവേശിച്ചോളൂ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരിമാരെ, നാം ഇവിടെ ജീവിക്കുന്നത് അടിസ്ഥാന ലക്ഷ്യം അല്ലാഹുവിനെ തൃപ്തി നേടാനുള്ള എന്ന ബോധത്തിൽ ഈ ഒരു സംസാരത്തെ കേട്ടവർക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കും. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, ഒരു 5 കാര്യങ്ങൾ കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നാം പറയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.